പാനിൽ എണ്ണ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് കുറച്ച് കറുവപ്പട്ട, കറാമ്പൂ, ഏലക്ക, പെരുംജീരകം, തേങ്ങാക്കൊത്ത് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില, സവാള അരിഞ്ഞത്, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ പിന്നെ മസാലകളാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്തിട്ട് മസാലയുടെ പച്ചമണം വിടുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വേവിച്ച് വെള്ളം വാരാൻ വെച്ചിട്ടുള്ള സോയ ചങ്ക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് തക്കാളി കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ അരിഞ്ഞത് ചേർക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞങ്ങൾക്കതിൻ്റെ രുചി ഇഷ്ടമായതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. അതിനകത്തേക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇത് എത്രത്തോളം ചട്ടിയിലിട്ട് വേവിക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ മേലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നല്ല രുചിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.